ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുഹമ്മദ് മൂസിൻ MLA അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. മുഹമ്മദ് മൂസിൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ആശുപത്രിയുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗുകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഉന്നയിച്ചു വരുന്ന പ്രധാന ആവശ്യമാണിത്. പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇത് ഏറെ സഹായകരമാവുമെന്നും അതോടൊപ്പം പാലിയേറ്റീവ് രോഗികൾക്ക് ഏറെ ആശ്വാസമാകുമെന്നും കൂടുതൽ പദ്ധതികൾ പാലിയേറ്റീവ് രംഗത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഫീൽഡ് തലത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഡെങ്കി ആദ്യം വന്നാൽ ഇവിടെയായിരിക്കും, മറ്റു പലതും വന്നാൽ ഇവിടെ വരികയാണ്. അപ്പോൾ ഫീൽഡ് തലത്തിൽ ആ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമാക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് പഴയ വണ്ടി കണ്ടം ചെയ്തതിന്റെ ഭാഗമായി വാഹനമില്ല. അതുകൊണ്ട് ഫീൽഡിൽ പ്രവർത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞു. വാഹനം എന്തായാലും നമ്മൾ അത് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ചില ബുദ്ധിമുട്ടുകൾ MLA ഫണ്ടിൽ നേരിട്ട് അങ്ങനെ വാഹനം വാങ്ങുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത് മറികടന്നുകൊണ്ട് മൊബൈൽ ഡിസ്പെൻസറി അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ വാഹനം വാങ്ങാനുള്ള ഫണ്ട് ലഭ്യമാക്കിയത്. ഫീൽഡ് തലത്തിൽ നമുക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ, പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ആരോഗ്യ പ്രവർത്തകർക്ക് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണോ ആശുപത്രിക്ക് പുറത്ത് ചെയ്യാൻ കഴിയുക ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ, ശശികുമാർ, പ്രിയ, പ്രശാന്ത്, പുഷ്പലത, മെമ്പർമാരായ ദിവ്യ K, അശോകൻ, മുഹമ്മദ് അലി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് തൃത്താല.